ബോംബ് പോട്രാ നെഞ്ചത്തിട്ട് പൊട്ടിടാ. അണ്ണ നമ്മ ആള് 2 ഗുണ്ട പോട്രാ. കവാല കുറ്റി അടിച്ച് ഞാൻ തിരിക്കും. ഏതാ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഇത് ഞങ്ങക്ക് തമിഴ്നാട്ടിൽ നിന്ന് പടക്കമായിട്ട് വന്ന ഗുണ്ടു തരും. എടാ നിനക്കൊക്കെ രാത്രി ഇട്ട് പൊട്ടിച്ചോട്, ഈ രാവിലെ ഇട്ട് ഉണ്ടാക്കുന്ന എന്തിന്? അണ്ണേ ഇത് വെറും സാമ്പിൾ. രാത്രി പെരിയ ഗുണ്ട് അമിട്ട് എല്ലാവർക്കും ഇൻക്ലൂഡിങ് മൈ ഫയർ ഡാൻസ്. ഇവന്മാര് നാട് കത്തിക്കും. എന്തോന്ന് ചെയ്യുന്നേ? വാണം വിടുന്നു. നീ നിന്റെ വീട്ടിൽ പോയി വിട്ടാ മതി. ഈ വിടുന്ന വാണം വേറെ വല്ല വീട്ടിൽ പോയി കയറിയ. എടാ ഒരു വാണം വിടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഇവിടെ. എടാ നിനക്കൊക്കെ സൗണ്ട് ഇല്ലാത്ത പടക്കം പൊട്ടിച്ചൂടെ? സൗണ്ട് ഇല്ലാത്ത പടക്കോ? അണ്ണ വാ. இந்த சவுண்ட் போதுமா? മതി. இனியும் கொஞ்சம் வேணுமா? വേണ്ട വേണ്ട വേണ്ട. ஆனா இந்த மாதிரி படக்கம் இல்லே. படக்கம்னா படக்குன்னு இருக்கணும். സോറി അണ്ണ, പൊരി ഉണ്ടോണ്ടെങ്കിൽ എറിഞ്ഞ. ഈ പൊരിമണി അറിയാത്തടാ നീ പടക്കം കൊണ്ട് കൊടുത്തത്. നിനക്ക് 5 പൈസയുടെ ബുദ്ധി ഉണ്ടടാ വാളി. ഇനി നീ ഇവിടെ പടക്കം പൊട്ടിച്ചാൽ രാത്രി ഫയർ ഡാൻസ് ഞാൻ കളിക്കും. കോലുകൊണ്ടായിരിക്കില്ല, നിന്നെ വെച്ച് കാവർക്കി പായില്ല. அந்த பெருச குறா இவன்டேக்க வாயிலிட்டு പൊടിച്ചാലേ ശരിയാവും. സത്തു പോ. ലൈറ്റർ അല്ലേ അണ്ണാ പോയത്? ഗുണ്ടതൊരു അന്തരിച്ചു. 25 വയസ്സ്. പൂരം നക്ഷത്രം. അല്ല നമ്മൾ എന്തിനാ നരകത്തിലെ കൽക്കരിയാവുന്നത്? നമുക്കങ്ങ് പോയാലേ. നമ്മളെന്നാ അങ്ങോട്ട് പോട്ടെ. ഇവിടെ ഇടാ വേറെ പണിയും തോന്നുന്നു. എനക്കും വേറെ പണിയില്ലേ. നിനക്കെന്തെങ്കിലും പണിയുണ്ടോ? അല്ല നമ്മളിവിടെ നിന്നോളാം മാത്രമേ ഉള്ളൂ. പണ്ട് ഞാനും എക്സും ഇല്ലേ, ഇതിലേ കൂടെ നടന്ന്. അയ്യോ, ആ പുണ്യപുരാതന സ്ഥലത്തൂടെയാണോ ഞാൻ നടന്നേ? പണ്ട് എന്റെ എക്സ് ഉണ്ടല്ലോ, എനിക്ക് ഉറക്കം വരുമ്പോഴേ ഗുഡ് നൈറ്റ് പറയൂ. അല്ല, പാട്ട് പാടിത്തരും. നിനക്ക് പാട്ട് പാടാൻ അറിയാം? എരടാ 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 മാമം വന്നു എരടാ. കിസ് 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 കിസ്ക്ക് കിസ് 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 കിസ്ക്ക് കിസ് 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 കിസ്ക്ക്. ഇനി ഉറക്കം വരുമ്പോ എന്നോട് പറഞ്ഞാൽ മതി. വേണ്ട, എന്റെ ഉറക്കം പോയി. ഇതൊക്കെ കുറച്ച് ഓവറല്ലേ? പെണ്ണുങ്ങളെ നിർത്തേണ്ട സ്ഥലത്ത് തന്നെ നിർത്തണം. എന്നിട്ട് ഇതുവരെ എത്ര പെമ്പിളാരെ നിർത്തി? പെണ്ണുങ്ങളുള്ളവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. അത് പെണ്ണില്ലാത്ത നമ്മൾ വേണം പറഞ്ഞു കൊടുക്കുക. അതെ. പണ്ട് ഞാൻ സ്നേഹ ഞാൻ സ്നേഹിച്ച സ്നേഹ. എന്തിനപ്പോ ഇവിടെ പറയുന്ന? അല്ല, നീ നിന്റെ എക്സിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ ക്രോസ് ചെയ്തേ. ക്രോസ് ഓവർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് ഇവിടെ പറയണ്ട കേട്ടോ. ഇത് എന്തൊരു പാടുത്. ചന്തു എനിക്കൊരു പട്ടിക്കുട്ടിയെ മേടിച്ചു തന്നിട്ടുണ്ടല്ലോ, അറിയോ? നാടനായിരിക്കും. അല്ല, ഡാഷ. വാങ്ങിച്ചു കൊടുത്തു. എന്താ? ഒന്നുമില്ല. ഡേയ്, ഇത് ശരിയാവുമെന്ന് തോന്നുന്നില്ലടേ. എന്തോ പറ്റി? അവള് ഫുൾ ടൈം എക്സിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുക. അവളെ നികണ്ടു നീ എക്സ് ഒന്ന് മാറ്റി തരാൻ പറ്റുമോ? അതിപ്പോ അവളുടെ നികണ്ടു നമ്മുടെ ഇല്ലല്ലോ. നീ നിന്റെ എക്സിന്റെ കാര്യം അവളടുത്ത് പറ. അതവക്ക് ഇഷ്ടപ്പെടണല്ലോ. ഓ, ഇതങ്ങ് ഇഷ്ടപ്പെടുന്നു എനക്ക്. ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും കൊണ്ടിരുത്തി ഈ വിഷയം വരാത്ത രീതിയിൽ സംസാരിക്കും. പിന്നെ 10 മിനിറ്റ് അല്ലേ ഉള്ളൂ. 10 മിനിറ്റ് ഇതാ വരുന്നു. പറയാൻ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. നല്ല കുളിർമയുണ്ടല്ലേ. പണ്ട് ഞാനും ചന്തു ഇല്ലേ, എക്സ് അല്ലേ? ഞങ്ങൾ ഇവിടെ വന്നായിരിക്കുന്ന അന്ന് ഈ ഒരു പടി മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി പടി പ്രസവിച്ചായിരിക്കും. എന്താ? ബാക്കി പിന്നെ പണിഞ്ഞായിരിക്കും. അത് ആരുടെ കാമുകിയത്? അവൻ്റെത്. പിന്നെ നമ്മളെന്തോ എനിക്ക് അവിടെ വന്നിരിക്കുന്നു. നീ എന്തോ എനിക്ക് ഇവിടെ വന്നിരിക്കുന്നത്? എന്നെ വിളിച്ച് ഞങ്ങളെ. നമുക്കിന്ന് നൈറ്റ് ഫുഡ് പുറത്തുനിന്നായാലോ? അങ്ങനെയാണെങ്കിൽ പണ്ട് ഞാനും ചന്തു എപ്പോഴും പോകുന്നൊരു ഹോട്ടലുണ്ട്, അവിടെ പോ. ആ ഹോട്ടലിന്റെ പേരെന്തുവാ? അരിപ്പ. അപ്പൊ അത് പറഞ്ഞാ പോരെ, എന്തിനാ ഈ ചന്തുവായിട്ട് മുണുങ്ങാൻ പോയ ഹോട്ടൽ എന്ന് പറയുന്നേ? പോയോണ്ട് പറഞ്ഞതാ. അവരെന്തായിരിക്കും ഇവിടെ സംസാരിക്കുന്നത്? വാപ്പാടെ 2ാം സുന്നത്തിന്റെ കാര്യം ചെന്ന് ചോദിക്കും. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. പിന്നെ എന്റെ പെങ്ങളോളിനെ ഇരിക്കുന്നത് എനിക്ക് സന്തോഷം വരാൻ. ഇന്നലെ രാത്രി വിളിച്ചിട്ട് എടുത്തില്ലല്ലേ? അത് ഞാൻ ടിവിയിൽ സിനിമ കാണുമായിരുന്നു, കേട്ടില്ല. ഏ സിനിമ? ചതിക്കാത്ത ചന്തു. അല്ല, ഞാനും ഇന്നലെ ഒരു പടം കണ്ടായിരുന്നു, വടക്കം വീരഗാഥ. അതിൽ ചന്തു ചതിക്കും. വിശക്കുന്നു. കൂടുന്നുണ്ട് കേട്ടാ. വിശപ്പോ? അതല്ല, അവൻ കൂട്ടുകാരെന്ന് പറഞ്ഞ് നമ്മൾ ഇവിടെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ചോദിക്കട്ടാ? ചോദിരാ. ഞാൻ എന്റെ പേര് ഗസറ്റി കൊടുത്തങ്ങ് മാറ്റട്ടാ. എന്തുവാ? ചന്തു ചൂടൻ. അല്ല, എന്റെ പേരിനൊക്കെ കൂടുതൽ അവന്റെ പേര് ഉച്ചരിക്കുന്നുണ്ടേ. അത് ഓർമ്മകളോ ഏർക്കുമല്ലേ? എന്തിനാ ഇറക്കാൻ നിൽക്കുന്ന? അങ്ങ് തുപ്പിക്കൂടെ? അതെ, പോയാലോ? ഷാനവാസേ, ഒരു 10 മിനിറ്റ് കൂടെ. നമ്മളിവിടെ വെയിറ്റ് ചെയ്യാം. പയ്യ വന്നാ മതി. 10 മിനിറ്റ്. എന്തു കൊത്തി കഴിച്ചോന്ന്? രാവണപ്പഴം. രാവണപ്രഭു. രാവണപ്പഴം.
അതെന്ത് പഴം? അതൊരു ഫ്രൂട്ടാ അത്. എന്ത് ഫ്രൂട്ട്? ചക്ക. ഓ, ജാക്ക് ഫ്രൂട്ട്. അതങ്ങോട്ട് ഞാൻ പാട്ട് വെക്കാം. അല്ല, ഇത് ഏത് കാലഘട്ടത്തിൽ നിന്ന് എടുത്തോണ്ട് വരുന്നു? എന്ത് ഈ പാട്ട് വർഷമൊന്നും നോക്കിയില്ല, ഇങ്ങ് തൂക്കി. ഡാ മോനെ പുച്ചിക്കല്ലേ, ഈ പാട്ട് കേട്ടെടുത്ത് വീട്ടിൽ നിന്ന് വിളിച്ചിറങ്ങിയോണ്ടൊന്നൊരു കാലം ഉണ്ടായിരുന്നു എനിക്കൊക്കെ. വിളിച്ചിറക്കിയത് നീയാണേലും കയറ്റിയത് എൻ്റെ വീട്ടിലാ. എന്തോ ആ കാലത്ത് ഞാൻ ഇതിലൊന്നും ഇല്ലായിരുന്നു. എടാ നെടുമങ്ങാടി ചെങ്ങായി വിഷ്ണു പോപ്സേ നാറി, യവന്റെ പഴയ FB യിലെ ഭയം എന്ന് പറഞ്ഞടാ. നെടുമങ്ങാടുകാരൻ ചങ്ക് #മൈ ലൈഫ് മൈ റൂൾസ്. ഇങ്ങോട്ട് ഫോളോ അടിച്ചാ തിരിച്ചു അടിക്കും. പിന്നെയും #പവർ പവറ് 3 പവറ്. മുപ്പവറ്. നിങ്ങൾക്ക് ഇത്രയും ഓർമ്മയുണ്ടെങ്കിൽ ആ കാലത്ത് ഞാനും ഉണ്ട്. യവനെ ഓർമ്മയുണ്ട? അണ്ണാ അണ്ണാ വാസു അണ്ണാ എല്ലാ വീട്ടിലും പട്ടാസ്. ഇദ്ദേഹത്തിന് ഓർമ്മയുണ്ടോ? ഇല്ല. ഓർമ്മിപ്പിച്ചുതരാം. സൂര്യണ്ണന് ഇഷ്ടാണോ? ഓ, ഉയരാണ്. ഉയരാണ്. അണ്ണൻ സൂപ്പറാണ്, പക്ഷെ ഞങ്ങൾ വിജയ് ഫാനാണ്. ഇപ്പോഴുണ്ട് ഉള്ളിലെ കണ്ണാപ്പി. അണ്ണൻ ഋഷികൻ. എന്തൊക്കെ പറഞ്ഞാലും ആ കാലഘട്ടം മനോഹരമായിരുന്നു. സത്യം. പ്രശ്നങ്ങളില്ല, സങ്കടങ്ങളില്ല, കാമുകിയില്ല. അതിപ്പോഴും ഇല്ല. ചോദിച്ചാടാ കുക്കിരിക്കണ്ണ, ചോദിച്ചാ ഞാൻ നിന്നോട്. ഞാൻ ഒരു ബൈക്ക് എടുത്താലോ എന്നിങ്ങനെ ആലോചിക്കുമായിരുന്നു. സ്പ്ലെൻഡർ എടുക്ക്. അതാകുമ്പോ നല്ല മൈലേജും കിട്ടും. സ്പ്ലെൻഡറാ. ഞാൻ ബൈക്കിൽ പോകുമ്പോൾ പെമ്പിള്ളാര് വീഴണം. ചെന്ന് വെച്ച് ഇടിച്ചു കൊടു, എന്നാലേ വീഴത്തോളൂ. ഇനി അങ്ങനെയൊക്കെ വീഴു. അല്ലെങ്കിൽ 29 കഴിഞ്ഞ ആമ്പിള്ളേർക്കൊന്നും ഒരു ഡിമാൻഡ് ഇല്ലറോ. ആരും പറഞ്ഞു? ഇന്നലെ ഞാൻ ബസ്സിൽ കയറിയപ്പോ ഒരു കിളി പോലത്തെ പെണ്ണ് എന്റെ അടുത്ത് വന്ന് ഇരിക്കുകയും ചെയ്ത് ചിരിക്കുകയും ചെയ്തു. അയ്യോ, മാമന്മാരുടെ അടുത്ത് പെമ്പിള്ളേര് വന്ന് ഇരിക്കും, സേഫ് ആണല്ലോ. അപ്പൊ അത് കരുണയായിരുന്നു. നമ്മുടെ യൗവനമൊക്കെ തീർന്നു. തീർന്നിട്ടൊന്നുമില്ല അളിയ. ഇന്നലെ ഒരു പെങ്കൊച്ചു വന്നിട്ടെ, ഞാനിത് സ്കൂളിലാ പഠിക്കുന്നേന്ന്. ഞാനങ്ങ് ചൂളിപ്പോയി. ഓ, ചൂളി പോണ ഒരു കോലം. നിന്റെ മോനേത് സ്കൂളിലാ പഠിക്കുന്നതെന്നായിരിക്കും ചോദിച്ചത്. ഗായ്സ്, ആർ യു സീരിയസ്? എന്നെ കണ്ട അത്രയും പ്രായം തോന്നിക്കോ? നിന്നെ മാത്രമല്ല, നമ്മളെ എല്ലാരെയും നല്ല പ്രായം തോന്നിക്കുന്നുണ്ട്. പണ്ട് 25 വയസ്സുള്ള ഒരു ചേട്ടനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ 25 വയസ്സുള്ള ചേട്ടൻ. ഇപ്പൊ എല്ലാവർക്കും 30 സിംഗിളിൽ നിന്ന് അങ്കിളിലേക്കുള്ള ദൂരം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. പറഞ്ഞു കഴിഞ്ഞില്ല, ബംബ്ലിന്നൊരു മെസ്സേജ്. എന്താ അങ്കിളെന്നാ? ആർ യു സിംഗിൾ എന്ന്. അങ്കിളെന്നാ നമ്മള് കേട്ടാ. എന്നാ ഞാൻ നിന്റെ അമ്മയെ കെട്ടാടി പൊട്ടി. എവിടെ പോന്നു? സൺസ്ക്രീം ഇട. ഇനി അതിന്റെ ഓർമ്മ കൂടെ ഉള്ളു. നമുക്കും തേച്ചാലോ?